ഉപ്പും മുളകും എന്ന സീരിയലിൻ്റെ മറവിൽ ഈ സീരിയലിൽ അഭിനയിക്കുന്ന പ്രശസ്തയായ നടിയെ അല്ലെങ്കിൽ പുതുമുഖ നടിയെ സീരിയലിൽ തന്നെ അഭിനേതാക്കളായ ബിജു സോപാനവും ശ്രീകുമാറും ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചു. ഇതിൽ ഒരു നടൻ അവരെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുവെന്നും മറ്റേയാൾ ഭീഷണിപ്പെടുത്തി എന്നുമാണ് നടി കൊണ്ടുപോയി പരാതി കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആരോപണം നിലനിൽക്കെ നടന്മാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ്. ഇവർ അറസ്റ്റിലാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം കേസ് പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്ന ഒന്നാണ്. നേരത്തെ നമുക്കറിയാം, സിദ്ദിഖിൻ്റെ ഒരു കേസിൽ ഒരു പെൺകുട്ടി കൊണ്ടുപോയി പരാതി കൊടുത്തു. അത് അവസാനം സുപ്രീം കോടതിയിൽ വരെ എത്തി. അവസാനം സിദ്ദിഖിന് ജാമ്യം ലഭിക്കാനിടയായ ഒരു കാര്യം എന്ന് പറയുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുന്നം നടന്ന ഒരു ആരോപണമാണ്. അതായത് പരാതി കൊടുത്തതിലെ കാലതാമസമാണ് അതിനകത്തെ ഘടകമായിട്ട് പരിഗണിച്ചത്. പക്ഷേ ഈ ഒരു കേസിൽ എന്തായാലും ഒരുപാട് കാലതാമസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് കേസ് നിലനിൽക്കുന്ന ഒന്നാണ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. പക്ഷേ ഇതിൻ്റെ പിറകിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും നടിയെ പലരും ഉപയോഗിക്കുകയാണ്. അതായത് ബിജു സോപാനവും ശ്രീകുമാർ ഇങ്ങനെയുള്ള ഈ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ പ്രൊഡ്യൂസറുമായിട്ട് ആർക്കൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും അപ്പോൾ ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് നടിയെ കരുവാക്കി ഇവർക്കെതിരെ ഒരു പരാതി കൊടുപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഒരു ആരോപണമാണ്. ഇതിന് പിറകിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം വന്നിരിക്കുന്ന മറ്റൊരു പറച്ചിലെന്ന് പറയുന്നത് ഈ സീരിയലിനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പല സീരിയലിനും സെൻസർഷിപ്പ് വളരെ അത്യാവശ്യമാണ്, സീരിയലിൽ പലതിനെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പ്രേംകുമാർ പറഞ്ഞ പ്രസ്താവനയായിട്ട് പോലും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവർ നിരപരാധികളാണോ കുറ്റക്കാരാണോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവരവർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കേസിൻ്റെ വിധി വരണം. അതിന് മുന്നേ തന്നെ മാധ്യമങ്ങളെല്ലാവരും ഇവരെ ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്നത് ഈ രണ്ട് വ്യക്തികളുടെയും കരിയർ, കുടുംബജീവിതം, സമൂഹത്തിലുള്ള മാന്യത മാത്രമല്ല അവരുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുടെ കുടുംബ ഭദ്രത ഇതിനെയൊക്കെ തകർക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ പല ആളുകളും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ആരോപണ വിധേയരായവരുടെ കാര്യങ്ങൾ മാത്രമാണ് പുറത്തോട്ട് വരുന്നത്. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച നടി ആരാണെന്ന് പോലും ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല. അത് തന്നെ ഒരു അനീതിയല്ലേ എന്ന ഒരു ചോദ്യവും മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ഇര എന്ന് പറയുന്ന ആളുടെ പേര് ഒരിക്കലും പറയാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ട് തന്നെ ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് നടി ആരാണ് എന്നൊരു സംശയമായിട്ട് ഒരുപാട് ആളുകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളാരും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ സീരിയലിലെ പ്രമുഖയായ നടി അല്ലെങ്കിൽ ആദ്യകാലം മുതലുള്ള നടിയൊന്നും അല്ല പരാതിയുമായിട്ട് മുന്നോട്ട് പോയതെന്ന് വേണം നമ്മൾ കരുതുവാൻ. കാരണം അവർ ഏതാണ്ട് 50 വയസ്സിന് മുകളിലായിട്ടുണ്ട്. തനിക്ക് ഉടനെ വിവാഹം വേണം, ഒരു പ്രണയത്തിലാകുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെ ചിന്തിച്ച് അവർ മനോഹരമായി ഒരു ദാമ്പത്യ ജീവിതത്തെ സ്വപ്നം കാണുകയും അതുമായിട്ട് ചർച്ചകൾ വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു കേസുമായിട്ട് പുറകോട്ട് പോവില്ല എന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് പലരും ചിന്തിക്കുന്നത് പോലെ ഈ സീരിയലിലെ പ്രമുഖയായ നടിയാണ് ഇതിൻ്റെ ഇര എന്ന വാദം തെറ്റാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള പരാതിയാണ് എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് നിവിൻ പോളിക്കെതിരെയൊക്കെ സമാനമായ രീതിയിൽ കേസ് ഒരു സ്ത്രീ പരാതി കൊടുത്തു. പുള്ളി അത് ഞാൻ തന്നെ കേസിന് പോകുമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങി അത് കേസ് ഫേക്കാണെന്ന് തെളിഞ്ഞു. അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ തന്നെ പലരും ഇവർ ഉപയോഗിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ചാനൽ അധികൃതരുടെ മുന്നിൽ ചെന്നപ്പോൾ അവർ അതിന് വേണ്ടുന്ന ഒരു പരിഗണനയും നൽകിയില്ല, കേട്ട ഭാവം നടിച്ചില്ല. മാത്രമല്ല ചില സഹപ്രവർത്തകരോട് തനിക്ക് നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരൊക്കെ അതായത് ബിജു സോപാനോ ശ്രീകുമാറൊക്കെ സിനിമയിലും സീരിയൽ രംഗത്തൊക്കെ പ്രമുഖരാണ്, അവരെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒരു രംഗത്തിനി തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും എതിരെ പരാതിയും കൊണ്ട് പോകരുത് എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് പല നടിമാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. സിനിമാ മേഖലയിലൊക്കെ ഒപ്പമുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്കറിയാം, പണ്ട് പ്രശസ്തയായ ഒരു നടിയായിരുന്നു ഉഷ.
അവരെ ഒരു വിദേശ പര്യടനത്തിൽ ബന്ധപ്പെട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് ഒരു പ്രമുഖ നടൻ അവരുടെ മാറിടത്തിൽ സ്പർശിച്ച ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരത് വലിയ ഒരു പ്രശ്നമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ ഒന്ന് രണ്ട് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ അവസരം പോയത്. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രശസ്തരായ അങ്ങേയറ്റം പ്രശസ്തിയിൽ നിൽക്കുന്ന നടിമാരല്ലാതെ ആരെങ്കിലുമൊക്കെ ലൈംഗിക അപവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരാ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും. മാത്രമല്ല ഈ സിനിമ സീരിയൽ മേഖലയിലൊക്കെ പലപ്പോഴും അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മമാർ തന്നെ കിടന്നു കൊടുത്ത് അല്ലെങ്കിൽ പെമ്മക്കളെ കൂട്ടിക്കൊടുത്ത് ആ അവസരങ്ങൾ നേടുന്ന കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഒപ്പമുള്ള മുതിർന്ന നടിമാർ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് ഉണ്ടായുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടിയ നിർദ്ദേശം അഭിപ്രായം ഇതാണ് എന്ന് പറയുന്നതിൽ പുതുമയൊന്നുമില്ല. അത് ആ ഒരു മേഖലയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. മാത്രമല്ല ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരുടെ നിലനിൽപ്പും പ്രശ്നമാവും. അപ്പോൾ ഇതൊരു വരുമാന മാർഗ്ഗമാണ്, ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് നടന്മാരുണ്ട്. സീരിയലുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കാലത്തൊക്കെ ആത്മഹത്യ ചെയ്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. പക്ഷേ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ തന്നെ അവർ പ്രതികളാണ്, ഇവരിത് ചെയ്തു എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നത് അത്ര നല്ലതല്ല. അത് മാത്രമല്ല, ഇതൊരു കെട്ടിച്ചമച്ച ആരോപണമാണ്, ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് സംശയിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ കുറിച്ച് മാത്രമല്ല, ഈ രണ്ട് വ്യക്തികളെക്കുറിച്ചും ഇതിനു മുന്നോ സമാനമായ ലൈംഗിക ആരോപണം ആരും ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല ഈ സിനിമാ മേഖലയിലെ പല ആൾക്കാരുടെ പേരിലെ പലരും ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ കുറേ ആളുകൾ വിശ്വസിക്കാനുണ്ടായ കാരണം പലരെക്കുറിച്ചും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പേരൊന്നും എടുത്ത് പറയേണ്ട, പ്രമുഖരായ MLA-മാരൊക്കെ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടല്ല പല ആരോപണങ്ങളുണ്ട്. പക്ഷേ ബിജു സോപാനത്തിനെതിരെ, ശ്രീകുമാറിനെതിരെയൊന്നും ഇതിനു മുന്നം ഒരു ആരോപണവും വന്നിട്ടില്ല. മാത്രമല്ല സ്വാഭാവികമായ അഭിനയം കൊണ്ട് ആളുകളുടെ മുന്നിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപ്പും മുളകിലെ ബാലിച്ചോട്ടൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന ഒരു പറ്റം ആരാധകർ കാര്യമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ബാലു ഇത് ചെയ്തെന്ന് വിശ്വസിക്കാൻ പലർക്കും കഴിയുന്നില്ല. കാരണം വളരെ മാന്യനാണ് എന്നൊരു അഭിപ്രായമാണ് പൊതുവെ നമ്മുടെ ബിജു സോപാനത്തെക്കുറിച്ചുള്ളത്. മാത്രമല്ല ബിജു സോപാനം എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ട് അഭിനയശേഷിയുണ്ട്, ഒരു സ്വഭാവ നടനാണ്, സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ സ്വഭാവ നടനാണ്, ഹാസ്യ താരമാണ്. സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സിനിമയിൽ തിരുവനന്തപുരം ഭാഷയും ഹാസ്യ രസപ്രധാനമായ റോളുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല കാവാലം നാരായണ പണിക്കരുടെ സോപാനം എന്ന നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇതിന് മുന്നൊന്നും ഇങ്ങനത്തെയുള്ള ആരോപണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല പലപ്പോഴും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്, സീരിയൽ ഒരു ശാപമാണ്, സീരിയൽ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്, അപ്പോൾ ഇതൊക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പലയിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രേക്ഷകരിലെ അല്ലെങ്കിൽ കുടുംബസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ആരോപണം ജനപ്രിയ പരമ്പരകളോട് അല്ലെങ്കിൽ സീരിയലിനോട് തന്നെ ഒരുപാടുള്ള ആളുകൾക്കുള്ള അഭിപ്രായവും നഷ്ടപ്പെടാൻ ഈ ഒരു ബിസിനസ്സിനെയൊക്കെ ഒരു പരിധിവരെ ബാധിക്കും. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും ഉപ്പും മുളകും എന്ന പ്രോഗ്രാമിൻ്റെ അടിത്തറ മാന്താനുള്ള ഒരു പരാതിയാണ് ഇത് എന്നും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് ഗൂഢാലോചനയുണ്ട്, ഇതിനെ കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ നടി കൊണ്ടുപോയ പരാതി അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട സമിതിയുടെ ഒക്കെ ചർച്ചകൾ അവരുടെയൊക്കെ മുന്നിൽ ഇവർ മൊഴികൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്തകൾ. എന്തായാലും കോടതി ഇവർ കുറ്റക്കാരാണോ എന്ന് തെളിയുന്നതുവരെ ഇവർ ഇത്തരത്തിലുള്ള അതിക്രമം ചെയ്തു എന്ന് വിശ്വസിക്കാതെ ഇരിക്കുന്നതാണ് സാമാന്യ മനുഷ്യർക്ക്, ബോധമുള്ളവർക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.